മുണ്ടക്കൈ ദുരിതബാധിതർക്കുള്ള ഭവന പദ്ധതിക്കായി ഭൂമി വാങ്ങി കോൺഗ്രസ്. മേപ്പാടി പഞ്ചായത്തിലെ കുന്നംപറ്റയിൽ 3.25 ഏക്കർ ഭൂമി രജിസ്റ്റർ ചെയ്തു. KPCC പ്രസിഡന്റിന്റെ പേരിലാണ് ഭൂമി വാങ്ങിയിരിക്കുന്നത്. ബാധിതർക്ക് വേണ്ടി കോൺഗ്രസ് പ്രഖ്യാപിച്ച ഭവന പദ്ധതിയുടെ ഭൂമി രജിസ്ട്രേഷൻ ഇന്ന് നടക്കുമെന്ന് പറഞ്ഞിരുന്നു. അതിൽ 3 സ്ഥലങ്ങൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്തതിൽ ഒന്നാമത്തെ സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ ഇന്ന് പൂർത്തീകരിച്ചു. എല്ലാ നടപടികളും പൂർത്തീകരിച്ച് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫിന്റെ പേരിൽ 3.25 ഏക്കർ സ്ഥലം രജിസ്റ്റർ ചെയ്തു. രജിസ്ട്രേഷൻ നടപടികൾക്ക് ശേഷം ഒന്നാം ഘട്ടം എന്ന നിലയിൽ അവിടെ എത്ര ഗുണഭോക്താക്കൾക്കാണ് വീട് കൊടുക്കാൻ സാധിക്കുന്നത് അത്രയും ഗുണഭോക്താക്കൾക്ക് വീട് നൽകുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കും. ഫൈസൽ നെടുമ്പാല ചേർന്ന വിശദാംശങ്ങൾ നൽകാനായി. ഫൈസലിൽ എത്ര ഏക്കർ ഭൂമിയാണ് വാങ്ങിയത്? എത്ര വീടുകൾ നിർമ്മിച്ചു നൽകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം? ഏറെ വിവാദങ്ങൾക്കൊടുവിലാണ് ദുരന്ത ബാധിതർക്കായി കോൺഗ്രസ് ഭൂമി വാങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ 1.5 വർഷത്തിലധികമായി കോൺഗ്രസിന്റെ വീട് എവിടെയെന്നുള്ള ചോദ്യമൊക്കെ വലിയ തരത്തിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിമർശനങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ന് ഈ ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആദ്യഘട്ട ഭൂമിയിലെ രജിസ്ട്രേഷൻ പൂർത്തിയായിരിക്കുന്നു. 3.25 ഏക്കർ ഭൂമിയാണ് ദുരന്ത ബാധിതർക്കായി ആദ്യഘട്ടത്തിൽ വാങ്ങിയിരിക്കുന്നത്. കുന്നംപറ്റ മേപ്പാടി പഞ്ചായത്തിലെ കുന്നംപറ്റയിലാണ് ഈ ഒരു ഭൂമിയുള്ളത്. കോൺഗ്രസ് നേരത്തെ പ്രഖ്യാപിച്ച 100 ബെഡുകളുടെ നിർമ്മാണമാണ് പൂർത്തീകരിക്കേണ്ടത്. ഈ ഒരു സ്ഥലത്ത് പരിശോധിച്ച ശേഷം കൃത്യമായുള്ള പ്ലാനിങ്ങോടുകൂടി എത്ര വീടുകൾ കൊള്ളും എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും ഇനി നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ പുരോഗമിക്കുക. അധികം താമസിയാതെ തന്നെ തറക്കല്ലിടൽ കർമ്മം ഉണ്ടാകും എന്നുള്ളതാണ് കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നത്. യുദ്ധകാല അടിസ്ഥാനത്തിൽ വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കും. മറ്റ് 2 ഇടങ്ങൾ കൂടി കോൺഗ്രസ് സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ കൂടി ആ സ്ഥലം വാങ്ങുന്നതിനുള്ള നടപടികളൊക്കെ തന്നെ പുരോഗമിക്കുകയാണ്. അതിന്റെ രജിസ്ട്രേഷൻ വൈകാതെ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത്.